ഗൈഡ്സ് ഡെയിലി ബ്ലോഗിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. മുണ്ടക്കയം അവിടെ വലിയ കഴിയാത്ത വലിയൊരു ദുരന്തം വന്ന് കഴിഞ്ഞു. മഴ ഒരു സാധാരണ മഴയല്ല, വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് മഴ. ഇപ്പോൾ അനുഗ്രഹമാണ് മഴ എന്ന് നമുക്കറിയെങ്കിലും അതിൻ്റെ വ്യാപ്തി നമ്മൾ അവിടെയും ഇവിടെയുമൊക്കെ നിന്നുകൊണ്ട് ആ ദുരന്തം വീണ്ടും വിളിച്ചു വരുത്തുന്ന പോലെ സൂക്ഷിക്കണം. നമ്മളെയും ആൾക്കാരെയും ജീവജാലങ്ങളെ എല്ലാവരെയും സൂക്ഷിച്ചു തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ അതിൻ്റെ ഒരു മാപ്പ്, മുണ്ടക്കയത്തിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചു, എവിടെ നിന്നാണ് ഈ വെള്ളം പുറപ്പെട്ടു പോകുന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായി ആ മാപ്പ് തന്നെ നിങ്ങൾ കാണിച്ചു തരും. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. മുണ്ടക്കയം നിന്ന് പൊട്ടിയൊലിച്ച് വന്ന ഇവിടെ മുണ്ടക്കയം എന്ന് പറയുന്ന ആ സ്ഥലവും ആ ഒലിച്ചു പോയിരിക്കുക ആ ഏരിയകളൊക്കെയാണ്. ഇങ്ങനെ ഇതിൽ വന്ന് GS എന്ന വെള്ളാരമല സ്കൂളുകൾ അതിലേക്കൂടിയാണ് വെള്ളം ഒഴുകിയത്. പിന്നെ വെള്ളറമല പാലം അതിലേക്കൂടിയാണ് പിന്നെ വെള്ളം ഒഴുകി അതിൻ്റെ ഗ്രൗണ്ട് മൊത്തം കഴിഞ്ഞ് പിന്നെ വരാൻ പോകുന്നത് വെള്ളരമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ചുരുളമല കഴിഞ്ഞാണ് വെള്ളരമല കഴിഞ്ഞാൽ വാട്ടർഫോൾസ് എന്ന സ്ഥലത്തേക്കും പിന്നെ വരുന്നത് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പിന്നെ വെള്ളം. അവിടെ നിന്നാണ് പിന്നെ വലിയ ദുരന്തം നമ്മൾ കാണാനിടയാനായി. അപ്പം ഇത്രയും ഏരിയകൾ വരെ വെള്ളം വയനാട് കടന്നിട്ടുണ്ട്. ഇതൊരു ഫുൾ എക്സ്പ്ലൈറ്റാണ്. ഇന്നലെ നമ്മൾ സംഭവം നടന്നിരുന്ന സമയത്തുണ്ടായ ഒരു ബൈക്ക് സ്റ്റിക്കർ. ഇത് നമുക്കൊന്നും ഇങ്ങനെയൊരു വെള്ളത്തിനോടൊന്നും യുദ്ധം ചെയ്ത് നമുക്കൊരു പരിഹാരം നടന്ന സ്ഥലത്ത് പരിഹരിക്കാവുന്നല്ലാതെ അതിന് കൂടുതൽ നമുക്ക് ഇതൊരു വിധി തന്നെയാണ്. ഇപ്പോൾ മുണ്ടക്കയം തൊട്ട് വെള്ളാമല പാലം വരെ തകർന്നടഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ സ്കൂളുകളും ഗ്രൗണ്ടുകളുമൊക്കെ മുങ്ങി ആ വെള്ളം അതിനെ കൊണ്ടുപോയി. തീരാ നൊമ്പരമെന്നല്ല, തീരാ വേദന തന്നെയാണ് ഈ ലോകത്തിന് സമർപ്പിച്ചിട്ട് പോയത്. എൻ്റെ അമ്മ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണുന്നു. കാരണം അമ്മ എനിക്കിത് പിടിവിടാനും പറ്റില്ല. അമ്മയും അനിയത്തി ഒലിച്ചു പോകുന്നതാണ്. അതേപോലെ ആ ചേട്ടൻ്റെ മരുമോൾ ഒലിച്ചു വന്നു നമ്മൾ കാണുന്നു. കണ്ടിരിക്കേണ്ടി വന്നു. ഒന്നും ചെയ്യാൻ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയാണ് ഇതിൽ മരിച്ചത്. നമ്മളെ ഇന്നലെ കണ്ടവരെ നാളെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യത്തെ, ഒരു പൊതു സത്യത്തെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്ന അപൂർവ നിമിഷമാണ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ ദുരന്തം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ ഊഹിക്കുന്നതല്ല, നമ്മൾ ആലോചിച്ച് വെക്കുന്നതുമല്ല, സംഭവിച്ചു പോകുന്നതാണ്. കാലഘട്ടം ഒരു വൃത്താകൃതിയിലാണ് തിരിയുന്നത്. ഒരു ഭൂകമ്പം എന്ന് പറയുമ്പോൾ
വെള്ളവും ആകാശത്തിൻ്റെയും ആ ഒരു നടുവിലാണ് ജനങ്ങൾ പാർത്തിരിക്കുന്നത്. അതായത് ജനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സൊസൈറ്റിയിലെ മനുഷ്യർ എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്, നമ്മളെല്ലാവരെയും അതിൻ്റെ നടുവിലാണ് ജീവൻ തുടിപ്പ് നിലനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു ഭൂമി വിചാരിച്ചാൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രകൃതിക്ഷോഭമാണിത്. ഭൂമിക്ക് അധികം ആവുമ്പോൾ വെള്ളം ഉറവെടുത്ത് ഒരു സ്ഥലത്ത് നെൽപ്പക്കണ്ണി ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഭൂമിയുടെ അവസ്ഥയുണ്ട്. താപനിലയാണ് വളരെ ഉത്ഭവിച്ച് അത് മലയുടെ മുകളിൽ വരെ, പോത്തുകല്ല് എന്ന് പറയുന്ന വയനാട്ടിലെ ആ പാറക്കല്ല് പോലും ഇടഞ്ഞിടഞ്ഞ് വന്ന് ഓരോ വീട്ടിൻ്റെയും ഉമ്മറത്തുണ്ടല്ലോ. അപ്പോൾ വെള്ളത്തെ പിടിച്ചു നിർത്താൻ മനുഷ്യർക്കാവില്ല. മറ്റെന്തിനേയും നമുക്ക് പിടിച്ചു നിർത്താം. പക്ഷെ വെള്ളം എന്ന ഈ ഒരു ബ്ലാസ്റ്റ് എങ്ങനെ സംഭവിക്കും, എത്ര നിമിഷം കൊണ്ട്, എവിടെ, എങ്ങനെ എന്ന് നിർദ്ദേശിച്ചുള്ളൊരു പ്രക്രിയക്ക് ഒരു അടിസ്ഥാനമായ ഒരു ഉറപ്പില്ലാതെ നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം അതിനെ പിടിച്ചു നിർത്താൻ വെള്ളത്തെ നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം ഇത് നിശ്ചയിക്കപ്പെട്ട ഡിസാസ്റ്ററാണ്. ഒരു കാലത്ത് നമ്മുടെ വൈദികന്മാർ പറയുന്നതും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവർ പറയുന്നതിനേക്കാളും നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു പിന്നോക്ക ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുന്ന ചില നേട്ടങ്ങളും അനിഷ്ടങ്ങളും, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ബോധവാന്മാരാണ്. നമുക്കറിയാം നാളെ എന്ത് സംഭവിക്കും. നാളെ ഇത് തന്നെ സംഭവിക്കും. കാരണം ഈ ഭൂമി വിട്ട് പോകും എന്ന ഒരു ഉറപ്പിലേക്ക് നമ്മുടെ ജനത എത്തിക്കഴിഞ്ഞു. നമ്മുടെ സംസ്കാരം എത്തിക്കഴിഞ്ഞു. നമ്മുടെ നിമിഷങ്ങൾ അടുത്തു കഴിഞ്ഞു. ഇനി എവിടെ എന്ന് മാത്രമേ ഇനി ചോദ്യമുള്ളൂ. ഇത്തരത്തിലുള്ള ദുരന്തം ഡിസാസ്റ്റർ മാനേജ്മെന്റ് തന്നെയാണ് ഉത്തരവാദിത്വത്തോടെ ആ പ്രൊഫഷനെ നിയന്ത്രിക്കേണ്ടത്. അവർ തന്നെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്. ജനങ്ങൾ സംരക്ഷകരാവുമെങ്കിലും അവരെ സംരക്ഷിച്ചു നിർത്താനും
ഇവിടെ ഒരു ഡിസാസ്റ്റർ എന്ന മാനേജ്മെന്റ് ഉണ്ടായേ തീരൂ. ഇത് വലിയ ദുരന്തമാണ്. ശിരൂരിൽ നടന്നതിനെക്കാട്ടിയും വലിയ ദുരന്തമാണ് കേരളത്തിൽ വയനാട് മുണ്ടക്കരി തൊട്ട് വെള്ളാമഴ എന്ന് പറയുന്ന പാലം പോലെ ഇടിഞ്ഞു തകർന്ന് അവിടെ സ്റ്റോപ്പായത്. എന്തോ ഭാഗ്യം, വലിയ ദുരന്തം തന്നെയാണ്. ചില ക്ലിപ്സുകൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കാൻ ഉത്ഭവിക്കുന്നത് മാതിരി പ്രകൃതിയുടെ ഒരു ക്ഷോഭ പ്രതികാരമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇതാരും കാണാൻ ഇടയുണ്ടാവില്ല. ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാത്തത് ആ ഒരു സ്ഫോടനത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത് തനിക്ക് വരാൻ പറ്റുന്ന ദുരന്തത്തെ നമുക്ക് തിരിച്ചറിയുക എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ്. നമ്മൾ പല വിശ്വാസങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. കർമ്മഫലം എന്ന് പണ്ട് പറയുന്നത് നമ്മൾ നിസ്സാരമാക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഉത്ബോധം വരുന്നത് തൻ്റെ ആപത്ത് കാണുമ്പോൾ അവൻ്റെ കണ്ണുനീരിലാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം വരിക. ഇപ്പം അവിടെയുള്ളവർ ആ പാലം റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അവിടുത്തെ ജനങ്ങൾ അത് റീപ്ലേസ് ചെയ്യുന്നതും ഹെൽപ്പേഴ്സും മാനേജ്മെൻറ്റും നാട്ടുകാരും കൂടി അത് റീപ്ലേസ് ചെയ്ത് വീണ്ടും പാലം നിർമ്മാണം തുടങ്ങുമായിരിക്കും. ബട്ട് അവിടെ പൂർണ്ണമായ ദുരന്തം അവസാനിച്ചോ എന്നറിയാതെ ഒരു റീപ്ലേസ്മെൻറ്റും കൊണ്ടുവരരുത് എന്നാണ് പറയുന്നത്. കാരണം പോക്കുവരവിന് വേണ്ടി സഹായത്തിനുമാണ്. പക്ഷേ പെട്ടെന്ന് വീണ്ടും അപകടം. ഈ മഴ, ഇപ്പം വരുന്ന ഈ മഴ നമ്മൾ അനുഗ്രഹമാണെന്ന് തോന്നുന്നവർക്ക് അനുഗ്രഹം തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ മഴ കുരുത്തക്കേട് കാണിക്കും. ശാന്തമായ നിമിഷമല്ല, ചില രാത്രികളിൽ തന്നെയാണ് ഇത് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ മഴ പൂർണ്ണമായും സ്റ്റോപ്പാവാതെ ഇതിനൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഇത് നല്ലതാണ്, റീപ്ലേസിങ് നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവിടെ ഹെൽപ്പിന് വന്നവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പോക്കുവരവ് മാത്രമാണ്. അല്ലാതെ ഇടിഞ്ഞ പാലത്തെ നിർമ്മിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. അത് സർക്കാർ നിർവഹിച്ചോളും. പക്ഷേ അപകടങ്ങളെ ഒരിക്കലും വെല്ലുവിളിക്കുന്നത് ഒരു ഹ്യൂമൻ നല്ലതല്ല എന്നെനിക്ക് തോന്നുന്നു. മഴ പൂർണ്ണമായും അന്തരീക്ഷ ക്ലൈമാറ്റ് മാറിയതിന് ശേഷം മാത്രമേ നമുക്കിനി അടുത്ത ഒരു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റൂ. പഴയ രീതിയിലേക്ക് പിന്നെയും മാറണമെങ്കിൽ ക്ലൈമറ്റ് തന്നെയാണ്. നമ്മൾ ഈ ചൂട് എന്ന് പറയുമ്പോഴും ചൂടിൻ്റെ ശക്തിയേക്കാളും മഴയുടെ ശക്തിയാണ് നമുക്കൊരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്തത്. അത് നിങ്ങൾ ഓർക്കുക. ചൂട് എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിലാണ്. പക്ഷേ ഈ തണൽ എന്ന് പറയുമ്പോഴും ഈ ഭൂമിയുടെ ശക്തിഭാരമാണ് കുറയുന്നത്. പ്രകൃതിയുടെ ബലം കുറയുന്നത് തണുപ്പ് എന്ന ഒരു സമയത്താണ്. മരങ്ങൾ പോൽക്കും ചിലപ്പോൾ പ്രതികരണശേഷി കാണത്തില്ല. ഇങ്ങനെയും സ്പോണ്ടേനിയസായ മഴ വരുമ്പോൾ ഒരു നാടും അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് പോകില്ല. മഴ അനുഗ്രഹം തന്നെയാണ്. വെള്ളം കുടിക്കാനുമൊക്കെയുള്ള ഒരു ഉപകാരമാണ്. പക്ഷേ ചില നാടുകൾ വെള്ളം കിട്ടാറേയില്ല. വെള്ളം കിട്ടാത്തവരുടെ ശാപമായിരിക്കാം ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സ്ഫോടനങ്ങൾ കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ ശിരൂർ കഴിഞ്ഞ് ബാംഗ്ലൂർ ഭാഗത്തൊക്കെ വെള്ളമില്ലാതെ ഉറവിടങ്ങളെല്ലാം വറ്റിയിരിക്കുന്നു. എന്താണ് ആ കാരണം?
നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വെള്ളത്തെ നമ്മൾ കൂടുതലായി പരീക്ഷിക്കാൻ നിൽക്കരുത്. ഒരു പരീക്ഷിക്കുന്ന വസ്തുവായിട്ട് നിങ്ങൾ വെള്ളത്തെയോ അവൻ തരുന്ന അനുഗ്രഹത്തെയോ നിങ്ങളുടെ നിലപാടുകളില്ലാത്ത ഒരു നിശ്ചയത്തിൻ്റെ പേരിൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ സ്റ്റോറിയിലെ വില്ലന്മാരും ഹീറോയും ആക്കാൻ ശ്രമിക്കരുത്. അത് പ്രകൃതിക്ക് ഇഷ്ടമായി എന്ന് വരില്ല. ഒരുപാട് കാലം പ്രകൃതി ക്ഷമിക്കും. പക്ഷെ ചില സമയങ്ങളിലോ അപ്പോൾ നമുക്ക് നമ്മുടെ ആ നിശബ്ദത ഒരു നിമിഷമെങ്കിലും നമ്മൾ ഒന്ന് ആലോചിച്ചു പോകും. വെള്ളം കിട്ടാത്തവർ, വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവർ, അവരുടെ ജീവിതത്തിലും ഇതുപോലെ വെള്ളം സ്ഥിരമായി ഒഴുകാനുള്ള പ്രതിസന്ധിയാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് അവരെയും ഈ ഗണുവിൽ കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ മറ്റുള്ളവർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങോട്ടേക്ക് തുറന്നു വിടണം ഇത്തരത്തിലുള്ള വെള്ളം എന്ന് പറയുന്ന സാഹചര്യ പ്രശ്നത്തെ. കടലുള്ളും പുഴയുമുള്ള നമ്മുടെ ഈ രാജ്യത്ത് വെള്ളം വറ്റുന്നത് അത്ര കാര്യമൊന്നുമല്ല. വെള്ളം അങ്ങനെ വറ്റില്ല. പക്ഷെ ഇത് രണ്ടുമില്ലാത്ത ഏരിയകളിൽ വെള്ളം അമിതമായ രീതിയിൽ കുറവ് തന്നെയാണ്. ഈ ഡിസാസ്റ്റർ എന്ന ദുരന്തം നമുക്ക് എല്ലാവർക്കുമാണ് വെള്ളം കൊടുക്കേണ്ടത്. ഒരു പക്ഷക്കാർക്ക് വെള്ളം കൊടുക്കാതിരിക്കുകയും ഒരു പക്ഷക്കാർക്ക് മുഴുവൻ വെള്ളം കൊടുക്കുകയും പറയുന്ന ഈ നിജസ്ഥിതിക്ക് മറു ചോദ്യമാണ് പ്രതികരണ വെല്ലുവിളി. ഇതിനെയാണ് ഡിസാസ്റ്റർ ദുരന്തമെന്ന് തന്നെ പറയുന്നത്. പ്രകൃതിയെ ക്ഷോഭത്തെ നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ല. പ്രകൃതി നിങ്ങളെയും കൊണ്ടുപോകും. അത് നിശ്ചയമായ യാഥാർത്ഥ്യമാണ്. നാളെ നമുക്കും വരില്ല എന്ന ആ ഉറപ്പിലൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മളെ സംരക്ഷിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. മറ്റൊരു വ്യക്തി വന്ന് നമ്മളെ സഹായിക്കണമെന്ന് നമ്മൾ കാത്തു നിൽക്കരുത്. മുങ്ങാൻ അറിയാത്തവനും നീന്താൻ അറിയാത്തവനും അവൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവൻ പഠിച്ചു വരും. ജീവൻ്റെ തുടിപ്പാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതും എന്നെ തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത നിമിഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെ കൊണ്ട് നമ്മൾ ഒരു തീർപ്പ് കൽപ്പിക്കാതെ മനുഷ്യത്വപരമായ ഒരു കാര്യത്തെയും നമ്മൾ ധിക്കരിച്ച് നമ്മൾ എല്ലാം ഒരു സിമ്പിൾ ലോജിക്കായി കാണുന്ന ഈ ലോകത്തിൻ്റെ സിറ്റുവേഷനാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇതൊരു അതിജീവിതമാണ്. ഈ അതിജീവിതത്തിൽ ഉത്ഭവിക്കുന്നത് എന്തും സമുദ്രത്തിൽ തന്നെയാണ്. സമുദ്രത്തിൻ്റെ താങ്ങും തണലും മാത്രമാണ് നമ്മൾ ഈ വീടുകളിലൂടെയും അടിത്തറ എന്നെനിക്ക് തോന്നുന്നു. സമുദ്രത്തെ നമുക്കൊരിക്കലും മറ്റു സംഭവങ്ങളെക്കാൾ കാണാൻ പറ്റില്ല. സമുദ്രമെന്ന് പറയുന്ന ഈ വെള്ളം നമ്മുടെ ഭൂമിയെയാണ് താങ്ങിപ്പിടിച്ച് നിർത്തുന്നത്. ഈ മണല് ഒരു നിമിഷം ഇടിഞ്ഞു പോയാൽ ഈ ഭൂമിയുടെ ആഴത്തിലേക്ക് നമ്മൾ വീഴുകയുള്ളൂ, അല്ലാതെ മുകളിലേക്ക് തെറിച്ചു പോകുന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ ചിലരുണ്ട്. നമ്മൾ രക്ഷപ്പെടും എന്ന ഒരു നിജസ്ഥിതി, ഈ ലോകം തീർപ്പ് കൽപ്പിക്കുന്ന ഒരു നിമിഷം അവസാനം ഒരു യുദ്ധ പോരാട്ടം കൂടി ഉണ്ടാവാം. അത് ഇതുപോലെയുമായിരിക്കില്ല. പക്ഷേ എങ്ങനെയാണെന്നാണ് എങ്ങനെ വേണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരിക്കലും വെള്ളം നിങ്ങൾ പറയുന്ന രീതിയിൽ വരുമോ എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും പ്രകൃതിയെ നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സിസ്റ്റമാറ്റിക് ഈ രാജ്യത്തുണ്ടെങ്കിലും പ്രകൃതി എന്ന് പറയുന്ന സാധനം ഒരു ഫോഴ്സിനെയും പിടിച്ചു നിർത്തുന്ന, അതായത് വെള്ളമെന്ന പ്രകൃതിയെ നമുക്ക് പിടിച്ചു നിർത്തുന്ന ഒരു അസുലഭ നിമിഷം നമുക്കുണ്ടാവില്ല.
കാരണം അത് അത് പ്രകൃതിയുടെ റിയാക്ഷനാണ്. പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന മനോഭാവം പോലെ ഇരിക്കും പ്രകൃതി നമുക്ക് നൽകുന്ന റിയാക്ഷൻ. അതിപ്പോൾ മണലാരങ്ങളിലായിക്കോട്ടെ, നന്നായി ഇപ്പോൾ കാശ്മീർ ഭാഗത്തായിക്കോട്ടെ, അവിടെ ഐസ് കട്ട ഉതിരുന്നു പോകുന്നു കാണുമ്പോൾ അവിടുത്തെ മണലിങ്ങനെ പരക്കെ താഴോട്ടേക്ക് വലിച്ചിറങ്ങുന്നത് കാണുമ്പോൾ ദുരന്തം അവിടെയും സംഭവിക്കാം. നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഏരിയകളിലും ആപത്തുണ്ട്. ഒന്നുകിൽ ബോംബാക്രമണം കൊണ്ട് പലരും മരിക്കപ്പെടും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു വിചിത്രമായൊരു സ്വഭാവമാണ്. ആ സ്വഭാവത്തെ നമുക്കൊരിക്കലും പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ മുണ്ടക്കയിലെയും വയനാടിൻ്റെയും ആ വലിയ ദുരന്തം നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായി മറ്റൊരു ദുരന്തം നമ്മുടെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി എന്താണ് എന്ന ചോദ്യത്തിനാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇനി അവരുടെ നഷ്ടങ്ങളെ ഓർത്ത് വിരാമം കൊള്ളുക എന്നല്ലാതെ അവർക്ക് വേണ്ടി രക്ഷകർ അവരെ സ്വാന്തനിപ്പിക്കുക എന്നതല്ലാതെ മറ്റെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് വെള്ളം ഉള്ള അടുത്ത് പോലും ഒരു വീട് വെക്കണ്ട എന്ന് പറയുന്നത്. വെള്ളവും കൂടി ചേരുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കും. മനുഷ്യരെ പോലെയല്ല, അതിൻ്റെ ജിജ്ഞാസ അങ്ങനെയായിരിക്കും. പ്രകൃതിക്ഷോഭത്താൽ ഒരുപാട് പേർ മരണം അടഞ്ഞവരുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടതും കേട്ടതുമായ പരിചയം വെച്ച് ജീവിതം മുന്നോട്ട് പോകുക എന്നത് മാത്രമല്ല, ഇത്തരത്തിലുള്ളൊരു ശരാശരി നിമിഷങ്ങളിൽ നമുക്ക് പറ്റുന്ന വലിയൊരു പ്രത്യാഘാതം നമുക്ക് സഹിക്കാൻ പറ്റില്ല. മനുഷ്യത്വത്തെ പോലെ ചിന്തിക്കുന്ന ഒരു കാര്യവുമല്ലത്. പ്രകൃതിയെ മാത്രം തീരുമാനം, അത് പ്രകൃതി മാത്രം സംസാരിച്ച് അവരുടെ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു സംഭവമാണ്. എന്തിനിത് നടക്കുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ പരിശീലിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷെ അത് ലോജിക്കലി പറയുന്നതിന് ആ ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്ത് പറഞ്ഞാലും ഇതിനും ഒരു ലോജിക്കായ അഡ്വാൻറ്റേജ് ആയിരിക്കില്ല. ഒരിക്കലും പ്രകൃതിയുടെ ഉള്ളടക്കം നമുക്കറിയാൻ പറ്റില്ല. കാരണം അങ്ങനെ അറിയാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തിൻ്റെ വിചിത്രമായ പലതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്നേ. അതുകൊണ്ടാണ് നാടിൻ്റെ ശാസ്ത്രം അറിയുന്നവരാണ് ബ്രില്യർ എന്ന് പറയുന്നത്. അവരാണ് 7ാം ആകാശത്തൊക്കെ പോയി സ്പെയിനിലൊക്കെ പോയി ജീവിച്ചു വരുന്നത്. ശാസ്ത്രജ്ഞന്മാർ എന്നും ഒന്നിൽ കൂടുതൽ മൂല്യമുള്ളവരാകുന്നതും അത്തരത്തിലുള്ള സംഭവത്തെ പക്ഷെ ഇവർ മുന്നേ അറിയിക്കണമല്ലോ. നാടിൻ്റെ ജനത്തിൽ ഒരു ആപത്ത് വരുമ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരും ഈ ലോകത്ത് സ്പോണ്ടേനിയസ് നടക്കുന്ന അപകടങ്ങളൊക്കെ നിരീക്ഷിക്കണമായിരുന്നു. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി ജനതയെ അറിയിച്ചാൽ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാം. അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കി കേൾക്കുന്നെങ്കിൽ ഭൂമിയുടെ ഏതെങ്കിലും വൈദ്യുതി ഇന്ന് എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്നതിൽ ഉറപ്പ് തന്നെയാണ്. കാരണം ഭൂമിയുടെ താപനില വളരെ അതിൻ്റെ ഉത്ഭവം വരാൻ പൊട്ടിപ്പുറപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒരു നിമിഷം ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പോയവരുടെ ജീവിതത്തിന് അവർക്ക് പ്രണാമം. അവരുടെ ജീവിതം അവർ ഈ ലോകത്തു നിന്ന് മറ്റൊരു അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഈ ലോകത്ത് അവരുടെ ജീവിതം ഇത്ര നിമിഷം വരെ എന്ന് കാൽക്കുലേറ്റ് ചെയ്തവരാണ്. നാളെ ഒരു ഭൂഭാഗക്കാരെയും ഭൂമി കൊണ്ടുപോകും. ഭൂമിയുടെ എല്ലാം ഭൂമി തന്നെ
തിരിച്ചെടുക്കുമെന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു വാക്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ സേഫാക്കുക, നമ്മളെ സേഫ് സോൺ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മളെ വിലയറിയാത്ത ചിലരുണ്ടെങ്കിൽ നമ്മുടെ വിലയും നിലയും അറിയാൻ ശ്രമിക്കുന്നതിനോടൊപ്പം നാടിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ചും നാടിൻ്റെ വിശേഷത്തെക്കുറിച്ചും അറിയാൻ ശ്രമിക്കുക. ഏത് ആപത്തും നമുക്ക് ഒരു സിമ്പിൾ ലോജിക്കൽ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പറ്റുന്നതല്ല. അത്തരത്തിലുള്ളൊരു നിമിഷത്തെ നമ്മൾ ഭയപ്പെടേണ്ടത് തന്നെയാണ്. ഭയപ്പെടേണ്ട കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ നേരത്തെ അന്വേഷിച്ചില്ല എന്ന ചോദ്യത്തിന് മുൻപയുടെ പ്രസക്തിയില്ല. സംഭവം നടന്നാൽ അതിൻ്റെ ഡിസാസ്റ്ററുമായുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുക എന്നല്ലാതെ ആ നിമിഷത്തിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പം ആർമികളും രക്ഷാപ്രവർത്തകരുമൊക്കെ ഇതിന് നന്നായി അവരുടെ രക്ഷപ്പെടുത്തലുകൾ എത്ര മരണമാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഇനിയും കണക്കൂട്ടി പറയാനൊന്നും ഒരിക്കലും ഒരു വ്യക്തിക്ക് കഴിയില്ല. ആ ദുരന്തത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങ് മുണ്ടക്കയം തൊട്ട് വെള്ളാമര പാലം കഴിഞ്ഞ് അതിനപ്പുറമുള്ള ആൾക്കാർ പോലെ നമുക്കൊന്നും സ്ഥിരീകരിച്ച് മരണസംഖ്യ പോലും എഴുതാൻ പറ്റില്ല. ചിലർ സോഷ്യൽ മീഡിയയിൽ എഴുതി ചേർക്കുന്നത് കാണുമ്പോൾ ഇവരിത് നേരത്തെ നിശ്ചയിച്ച മാതിരി പറയുന്ന മട്ടിലാണ്. നിങ്ങൾ ഇത് ബിസിനസ് ആക്കരുത്. ദുരന്തം ഒരു ബിസിനസ് ആക്കുമ്പോൾ തന്നെ അവിടെ വൈകാരികമായ ഒരു സ്വഭാവം നമുക്കുണ്ടാകും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു കാര്യം തന്നെയാണ് പ്രകൃതി എന്ന മനസ്സിനെയും അറിയാൻ ശ്രമിക്കുക എന്നതാണ്. പ്രകൃതിക്ക് നമ്മളെ കേൾക്കാൻ പറ്റും, പക്ഷെ പ്രകൃതിക്ക് വോയിസ് ക്ലിക്കില്ല. അങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ നമ്മൾ ഒരിക്കലും നിനക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതുണ്ട്. പ്രകൃതിയെ പുല്ലുവര കാണിക്കുന്നവരുമുണ്ട്. ആ പുല്ലുകളിക്ക് പ്രകൃതി കാണിക്കുക അവൻ്റെ പ്രതികരണത്തിലൂടെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തം കാണുമ്പോൾ നമ്മളൊന്ന് മാറി നിൽക്കുക എന്ന് ഈ സൊസൈറ്റിയോടും ഈ ജനങ്ങളോടും, കേരളത്തിലല്ല എല്ലാവിധ കോടി ജനങ്ങളോടും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. മണ്ണിനെയും പുഴയെയും ഒന്നും മലയെയും പോലും നിങ്ങൾ സാധാരണ നിലയിൽ എടുക്കരുത്. അത് ആപത്തും വിപത്തുമല്ല എന്ന് നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുമെന്നതും ചിന്തിച്ചുകൊണ്ടും നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ സ്വപ്നം കൂട്ടിയതും കാണാൻ കാഴ്ചകളുമൊക്കെ ഒരു മായാ കഥയായി മാറും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭരണഘടനയ്ക്ക് ഇത്തരത്തിലുള്ളൊരു സംഭവം വരുമ്പോൾ അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കാതെ ജനങ്ങളുടെ സമ്പത്തിനും സംരക്ഷണത്തിനും നിങ്ങൾ ഒത്തുചേരുക എന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് വേണ്ടത്. നിശ്ചയിച്ച തീരുമാനത്തെ നിങ്ങളുടെ ഭരണഘടനയിൽ എഴുതി വെച്ച നിശ്ചയ തീരുമാനത്തെ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ഭരണം നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ തീരുമാനിച്ച വാക്കാണ്. വാക്ക് പാലിച്ചാൽ പ്രകൃതിയോട് തന്നെയാണ് നിങ്ങൾ വാക്ക് തിരിച്ച് മറുപടി കൊടുക്കേണ്ടത്. നിങ്ങൾ ഹ്യൂമനോടല്ല അത് മറുപടി പറയാം. നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ മനുഷ്യത്വപരമായ സ്വഭാവങ്ങളെയാണ് പ്രവൃത്തി തിരിച്ച് പ്രകൃതി അതിനെതിരെ എങ്ങനെ പ്രക്ഷോഭമുണ്ടാക്കും എന്നത് നിങ്ങളുടെ നിശ്ചയത്തിലായിരിക്കില്ല. ഇത്തരത്തിലുള്ള അപകടങ്ങളെ നമ്മൾ കാണാനിടയാകുക.
അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചിന്തകളും ഇതിനെക്കുറിച്ചുള്ള സൂചനകളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.